ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഫൊറോന ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തില് നാനാജാതി മതസ്ഥർ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന തിരുനാൾ നടക്കുകയാണ്. ഈ തിരുനാളിന്റെ പ്രത്യേകത 50,000-ഓളം ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പുഴുക്ക് നേർച്ചയാണ്. ഈ പുഴുക്ക് നേർച്ച തയ്യാറാക്കുന്നത് നെടുങ്കുന്നം പ്രദേശത്തെ വിവിധ ആളുകൾ, അതായത് വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ നൽകുന്ന അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ തിരുനാളും ഈ പുഴുക്ക് നേർച്ചയും ഒക്കെ വലിയ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ ഒരു ആഘോഷം കൂടിയാണ്. ഈ തിരുനാളിന്റെയും പുഴുക്ക് നേർച്ചയുടെയും വിശേഷങ്ങളിലേക്ക് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുഴുക്ക് നേർച്ചയാണ് നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഈ പുഴുക്ക് നേർച്ച. ഇതിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട്. ആ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചാണ് സാറ് നമ്മളോട് സംസാരിക്കുന്നത്. സാർ, ഈ ഒരു പുഴുക്ക് നേർച്ചയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു? 1803 നമ്മുടെ പഴയ പള്ളി ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നതെന്നാണ് നമ്മുടെ അതിരൂപതയുടെ ചരിത്രരേഖകളിലൊക്കെ കാണുന്നത്. അപ്പം ആദ്യത്തെ വികാരി കളത്തൂക്കളങ്ങര അബ്രാഹം കത്തനാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അന്നത്തെ കാലത്ത് വെച്ചൂട്ട് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അരി സാധനങ്ങളൊക്കെ വെച്ച് പല ആളുകളും ഇവിടെ ഒരു തീർത്ഥാടനം എന്ന പോലെ വരുമായിരുന്നു. അപ്പം അവർക്ക് വെച്ചൂട്ടായിട്ട് ആഹാരം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് അരിയായിരുന്നു പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലം ആയപ്പോഴത്തേന് അരിയുടെ ക്ഷാമം നേരിട്ടപ്പോഴത്തേക്കിന് 1946 പൊതുയോഗം തീരുമാനിച്ചു, ഇനി മുതൽ അരി കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നില്ല, പകരം ഈ കാർഷിക വിഭവങ്ങൾ ശേഖരിച്ച് ഈ ഇടവക്കാരായ ആളുകൾ തന്നെ ഉള്ള കൃഷി സമ്പന്നമായിരുന്നൊരു കാലമാണല്ലോ. അപ്പോൾ കാർഷിക വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് പുഴുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അന്നു മുതലാണ് ഈ പുഴുക്ക്, അതായത് പുഴുക്ക് നേർച്ച അതിങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് നടന്നു വരാൻ തുടങ്ങി. ആ കാലം മുതലാണ്. അതുപോലെ ഇതിന്റെ ഒരുക്കങ്ങളിൽ എത്രത്തോളം നമ്മുടെ ഇടവക്കാർ മാത്രമാണോ അതോ പുറത്തുനിന്നുള്ള ഈ നെടുങ്കുന്നം ഏരിയയിലെ ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? നെടുങ്കുന്നത്തിന് ഉള്ളിലും പുറത്തുമുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ 26-ാം തീയതി 28-ാം തീയതി വൃശ്ചിക 13-ാം തീയതിയാണ് ഇവിടുത്തെ തിരുനാൾ. മലയാളം തീയതി അനുസരിച്ചാണ്. അപ്പോൾ അത് 28, 29 ഇങ്ങനെ മാറി വരും. അപ്പം 26-ാം തീയതി അതിന് 2 ദിവസം മുന്നേ കറുകിച്ചാലിൽ നിന്നൊരു പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അത് കാർഷിക വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ളൊരു പ്രദക്ഷിണമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ആളുകളും, നാനാജാതി മതസ്ഥരായ ആളുകൾ കാർഷിക വിഭവങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടവകയിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ കൊണ്ടെത്തിക്കും. അതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പോരാത്ത സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പുഴുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനകത്തുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഇതിനകത്തുണ്ട്. ഈ ഒരു പുഴുക്ക് നേർച്ചയുടെ ഉത്തരവാദിത്വം, നേതൃത്വം വർഷങ്ങളായിട്ട് നിർവഹിക്കുന്ന കുട്ടുപ്പൻചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, ഈ പുഴുക്ക് നേർച്ച വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു നേർച്ച കഴിക്കാനായിട്ട് എത്തുന്നതാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചേർക്കുന്നത്? കപ്പ, കാച്ചിൽ, ചേമ്പ്, ഏത്തയ്ക്ക, ഇറച്ചി, ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് എത്ര ദിവസത്തെ ഒരു പ്രിപ്പറേഷനാണ് ഈ ഒരു പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്നത്? 2-3 ദിവസത്തെ അധ്വാന ഫലമാണ്. പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇത് നടക്കുന്നത്. വൃശ്ചികം 13-ാം തീയതിയാണ് ഇത്. അത് എല്ലാ വർഷവും വൃശ്ചികം 13 എന്നുള്ളത് കൃത്യമായിരിക്കും. അത് നവംബർ 28, 29 ഒക്കെ ആകാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാറുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരു ദിവസം ആരാധനയും ഒരു ബൈബിൾ ക്ലാസ്സും ഒക്കെ നടത്തി അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെയാണ് ഒരുങ്ങുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് ഈ തിരുനാളിനും ഈ ഊട്ടുനേർച്ചയ്ക്കുമൊക്കെ. വർഷങ്ങളായി ഇങ്ങനെ കൈമാറി കിട്ടുന്ന വിശ്വാസത്തെ ഇവിടുത്തെ യുവജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നമുക്ക് ഒന്നറിയാം. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ഊട്ടുനേർച്ച തിരുനാൾ, ഇത് നിങ്ങളുടെയൊക്കെ വിശ്വാസത്തെ എത്രത്തോളം വളർത്തുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ മിഷലിംഗ് കയറിയപ്പോൾ മുതൽ ഞങ്ങൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു. ഇപ്പം കൊടി പിടിക്കാനാണെങ്കിലും അന്ന് മുതൽ ഇങ്ങനെ ഓരോ ഡ്യൂട്ടി നമുക്ക് അസൈൻ ചെയ്തു തരും. പിന്നെ ഈ മിഷലിങ്ങിലുള്ള സമയം അറിയാമല്ലോ, നമ്മൾ 10ാം ക്ലാസ് വരെ പറ്റത്തുള്ളൂ. അന്ന് നമുക്ക് ഈ കപ്പ അരിയാനൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല. കൈമുറിയും അങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തും. പിന്നെ ഈ കപ്പ അരിയാനൊക്കെ ഒരു പ്രായമാകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ യുവദീപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോളണ്ടിയർ ബാഡ്ജും കിട്ടും. ഓരോ പുഴുക്ക് നേർച്ച, ഓരോ തിരുനാളും ഞങ്ങളെ ആവുന്നതുപോലെ ഞങ്ങൾക്ക് സന്തോഷകരമാക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത്.
ഈ ഒരു പുഴുക്ക് നേർച്ചയ്ക്ക് നമുക്കറിയാം 50,000-ഓളം ആളുകൾ എത്തുന്ന ഒരു പുഴുക്ക് നേർച്ചയാണ്. അതുപോലെ തന്നെ നാനാജാതി മതസ്ഥർ എത്തുന്ന ഒരു നേർച്ചയാണ്. ഈ ഒരു പുഴുക്ക് നേർച്ചയും ഈ തിരുനാളും ഒക്കെ നിങ്ങളുടെ കൂട്ടായ്മയും ഈ ഒരു മതസൗഹാർദ്ദത്തെയും ഒക്കെ എത്രത്തോളം വളർത്തുന്നുണ്ട്? നമ്മളിപ്പം പറയുവാണെങ്കിൽ ഇപ്പം ഏറ്റവും വൃശ്ചികം 13-ാം തീയതിയാണ് ഏറ്റവും പ്രധാന തിരുനാൾ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് 2 പ്രദക്ഷിണങ്ങൾ നടത്തുന്നുണ്ട്, കാവനടയിലോട്ടും കറുകച്ചാലിലോട്ടും. അപ്പം ഈ 2 പ്രദക്ഷിണങ്ങളെന്ന് പറയുന്നത് ഈ മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നതാണ്. കാരണം നാനാജാതി മതസ്ഥർ അവരുടെ കാർഷിക വിഭവങ്ങളിൽ നിന്ന് സാധനങ്ങളെല്ലാം പള്ളിയിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു വിശ്വാസം, കാരണം ഇതൊരു ഫൊറോന പള്ളി, അവർ നമ്മൾ ഇന്ന മതം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇതെല്ലാം ഒരു ഞങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നെടുങ്കുന്നം സമൂഹത്തിൻ്റെ ഒരു പെരുന്നാളായിട്ടാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്. ഇതാ പുഴുക്ക് നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുഴുക്ക് നേർച്ച ഒരുപാട് പ്രാർത്ഥനയോടെയും സഹനത്തോടെയും കൂടി തയ്യാറാക്കുന്ന ഒരു നേർച്ചയാണ്. നാനാജാതി മതസ്ഥരെത്തുന്ന നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ പുഴുക്ക് നേർച്ച സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പ്രതീകം കൂടിയാണ്.